നമ്മൾ ഇന്നതേ ചേട്ടൻ്റെ റൂമിലേക്ക് ഒരു AC വാങ്ങാൻ പോകട്ടാ. ഇത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള പൂത്തോളമുള്ള നന്ദരത്ത് ജിമാർട്ടിലാണ് പോണത്. അവിടെ പിന്നെ പറയണ്ടല്ലോ, ഫുൾ ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ എല്ലാം ഉണ്ട്. അപ്പം നമ്മളിതേ അങ്ങോട്ടാണ് പോണത്. ഞങ്ങൾ 4 പേരുണ്ട് കേട്ടോ. 4 പേരല്ല, 5 പേരും. കുഞ്ഞമ്മടീനെ കൂടെ കുട്ടിയിട്ട് 5 പേര്. ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തിയുണ്ട്, പിന്നെ ചേട്ടായിണ്ട്. ഞങ്ങൾ 5 പേരൂടെയാണ് പോണത്. ബാക്കി അവിടെ പോയി AC നോക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ, വഴി കാണാം. ഞങ്ങളെല്ലാം റെഡി ആയിട്ടോ. ചേട്ടായി വണ്ടി എടുക്കണ്ട കേട്ടോ. ഇനി ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം. നമ്മൾ പൂത്തോള് നന്ദിലത്ത് ഷോറൂമിൻ്റെ മുമ്പിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടാവും. ഞങ്ങളിപ്പോൾ ചെല്ലുന്ന സമയത്ത് ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ട്. അതിന് വാഹനം പാർക്ക് ചെയ്യാൻ പോലുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിത് പാർക്ക് ചെയ്യാൻ കയറ്റുന്നത് കേട്ടോ. അപ്പോൾ അവിടെ തിരക്കൊന്നും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ വണ്ടിയിലേക്ക് പാർക്ക് ചെയ്തിട്ടത്. ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ പൂത്തോള് നന്ദിലത്ത് ജിമാർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടോ. ബാക്കിയുള്ള വിഷയങ്ങൾ ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് കാണാം നമുക്ക്. ഫസ്റ്റ് ഫ്ലോറിലാണ് AC സെഗ്മെൻറ്റും ഫ്രിഡ്ജിൻ്റെ സെഗ്മെൻറ്റൊക്കെ വരുന്നത് കേട്ടോ. വാഷിംഗ് മെഷീനും അവിടെ തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അതിവിശാലമായ ഷോറൂം തന്നെയാണ് കേട്ടോ അവിടെ കാണാനുള്ളത്. അത്യാവശ്യത്തിലേറെ നല്ല സെഗ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള AC-കളും അതുപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഗൈസ്, അവരവിടെ AC-യുടെ ചർച്ച നടത്തുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ മേലെ ഫ്ലോർ ഉണ്ട്, ആ ഫ്ലോറിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇവിടെ നിറച്ച് സാധനങ്ങളാട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് ക്രോക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ സ്മോൾ അപ്ലയൻസസ്, നമുക്ക് വാൾ ഫാന്, അതുപോലെ തന്നെ നമ്മുടെ ഫാനുകൾ, പിന്നെ നമ്മുടെ വാട്ടർ ഹീറ്റർ, അങ്ങനെ തുടങ്ങിയ ഗ്യാസ് സ്റ്റൗവ്, അങ്ങനെ നമുക്ക് കിച്ചണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യത്തിലേറെയുള്ള എല്ലാ സെഗ്മെൻറ്റും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഈ സെഗ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോവേവ് ഓവൻ, അതുപോലെ തന്നെ എയർ ഫ്രയർ, അങ്ങനെയുള്ള സെഗ്മെൻറ്റിലേക്കായിട്ട് ഇപ്പോൾ ഒരു നോക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ സെഗ്മെൻറ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ, നമ്മൾ AC നോക്കുന്ന ഫ്ലോറിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഡോർ മുതൽ നമുക്ക് ഡബിൾ ഡോറും അതുപോലെ തന്നെ സൈഡ് ബൈ സൈഡ് അതിനൂതനമായ എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടിയിട്ടുള്ള ഫ്രിഡ്ജുകളും നമുക്ക് അല്ലാതെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലും നമ്മളിപ്പോൾ 1.5 ടണ്ണിൻ്റെ ഡൈക്കിൻ്റെ AC ആണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത്. 3 സ്റ്റാർ വരുന്നത്. അതിലിപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. നമ്മളിപ്പോൾ പിന്നെ ബജാജിൻ്റെ ഫിനാൻസിലായിട്ട് നമ്മൾ AC ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റ് 0 ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എടുക്കണേ. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ ടെലിവിഷൻ സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊബൈൽ ആക്സസറീസ്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ പാർട്ടി ബോക്സ്, എല്ലാ ഓഡിയോ സെഗ്മെൻറ്റുകളും നമുക്കിവിടെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് സ്മാർട്ട് വാച്ചസ് എല്ലാതും ഉണ്ട്. 10,000 മുതൽ 2 ലക്ഷം വരെയുള്ള മൊബൈലുകൾ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാപ്പിൻ്റെ സെഗ്മെൻറ്റിലാണെന്ന് വെച്ചാൽ നമുക്ക് കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗെയിമിംഗ് സെഗ്മെൻറ്റും ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ഏറെയുള്ള എല്ലാ സെഗ്മെൻറ്റും നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. പ്രൈസ് റേഞ്ച് ആണെങ്കിൽ ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് മറ്റൊരു കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഫിനാൻസിങ്ങിൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനി ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. AC വന്നതിന് ശേഷം ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് ഇപ്പോഴേ ഞങ്ങളൊന്ന് അമ്പാടീനെ ഒന്ന് കാണിക്കാൻ നിൽക്കാട്ടാ. നടുക്ക് നിൽക്കുമ്പോ തണുക്കുണ്ടോ നോക്കട്ടെ. തണുക്കുണ്ടോ പഠിക്ക് അടി പോവാ? എന്താ വേണ്ടത്തെ? തണുക്കണ്ട. ആദ്യം ഏട്ടൻ്റെ റൂമിലേക്ക് കൊച്ചിന് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. അവൻ നിന്ന വശം തന്നെ അവൻ പറയും വേണ്ട പോവാ, താഴെ പോവാന്ന് പറയും. ഇപ്പോൾ AC വെച്ചോട് കൂടിയിട്ട് ഇപ്പോൾ പോരാനും സമ്മതിക്കുന്നില്ല ആൾ. അവിടെ ഇരുന്ന് കളി തന്നെ കളി. പക്ഷെ വല്ലാണ്ട് കൊച്ചുങ്ങൾക്ക് AC കൊള്ളിക്കണമെന്ന് നല്ല ഒന്നല്ല. എന്നാലും ഒരു അത്യാവശ്യത്തിനുള്ള ഒരു ശമനത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണു എന്ന് മാത്രം കേട്ടോ. അമ്പാടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ ക്യൂബും കളിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കണം. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.